ഇന്ന് പാർലമെന്റിൽ അതായത് പാർലമെന്റ് കാര്യ സമിതി ഫേസ്ബുക്കിന്റെയും മെറ്റയുടെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരിക്കുകയാണ്. അതായത് ഈ സമൂഹ മാധ്യമങ്ങളിലെ കണ്ടന്റിന്റെ ഉള്ളടക്കങ്ങൾ, അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഉപഭോക്താക്കളുടെ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് മെറ്റ, എക്സ്, സ്നാപ്ചാറ്റ്, ഗൂഗിൾ എന്നിവയുടെ പ്രതിനിധികളിൽ നിന്ന് വിവര സാങ്കേതിക വിദ്യയും ആശയവിനിമയവും കൈകാര്യം ചെയ്യുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ ഫേസ്ബുക്കിലടക്കം ഉപഭോക്താക്കളുടെ വിവരങ്ങളെല്ലാം തന്നെ ഡാർക്ക് വെബിലൊക്കെ പോകുന്നതും ഒരു തരത്തിലുമുള്ള സുരക്ഷ ഒന്നും തന്നെ ഫേസ്ബുക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു വിദ്വേഷമായ ഒരു പരാമർശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ, വീഡിയോകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അത് സ്പോട്ടിൽ തന്നെ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനുള്ള കാലതാമസം ഫേസ്ബുക്ക് എടുക്കാറുണ്ട്. ഒന്നേ പോലീസോ അല്ലെങ്കിൽ IT വകുപ്പോ ആരെങ്കിലും ഫേസ്ബുക്കിനോട് ഇത് മാറ്റണമെന്ന് കോടതിയൊക്കെ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് അവർ ആ ഉള്ളടക്കമൊക്കെ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നടക്കം ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശുപാർശകൾക്ക് അന്തിമ രൂപം നൽകുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് വീഡിയോയിലുണ്ടായ താത്കാലിക തടസ്സം, ആക്രമണപരവും അധിക്ഷേപകരവുമായ ഉള്ളടക്കം അത് നീക്കം ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും നിലവിലുള്ള നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത എന്നിവയെക്കുറിച്ച് ഇന്ന് പാർലമെന്ററി കാര്യ സമിതി വിശദീകരണം തേടും. പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ജനപ്രതിനിധികളെ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഹാജരാകാനാണ് സമിതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഓൺലൈൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിശാലമായ ചട്ടക്കൂട് വിലയിരുത്തുന്നതിനാണ് ഈ യോഗം വിളിച്ചു ചേർത്തതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രധാനമായും 3 വിഷയങ്ങളിലായിരിക്കും ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക, കർഷകർ, ഗ്രാമീണർ, തൊഴിലാളികൾ, സാധാരണ പൗരന്മാർ എന്നിവരുടെ വിവരങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുക, ക്രമസമാധാനം സംബന്ധിച്ച സർക്കാർ ചട്ടങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ പാലിക്കുന്നുവെന്ന് പരിശോധിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് ചർച്ചാ വിഷയമായി വരുന്നത്. സമൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് BJP MPയും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ നിഷികാന്ത് ദുബെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമായുള്ള അന്വേഷണത്തിന്റെ പ്രത്യേക മേഖലകൾ വിശദീകരിച്ചുകൊണ്ട് 2026 ഓഗസ്റ്റ് 3 വൈകുന്നേരം 4 മണിക്ക് IT ആശയവിനിമയ കാര്യങ്ങൾക്കായുള്ള ഞങ്ങളുടെ പാർലമെന്ററി സമിതി മെറ്റ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, എക്സ്, ട്വിറ്റർ, സ്നാപ്ചാറ്റ്, ഗൂഗിൾ എന്നിവയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നാണ് ദുബെ പറഞ്ഞത്. സ്ത്രീകൾ, കുട്ടികൾ, കർഷകർ, ഗ്രാമീണർ, തൊഴിലാളികൾ, പൊതുജനങ്ങൾ എന്നിവരുടെ സ്വകാര്യത എങ്ങനെ സംരക്ഷിക്കപ്പെടും, സർക്കാർ ഉറപ്പാക്കുന്ന ക്രമസമാധാനം ഈ കമ്പനികൾ എങ്ങനെയാണ് പാലിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗമടങ്ങിയ ഫേസ്ബുക്ക് വീഡിയോ മെറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്പനേരത്തേക്ക് നീക്കം ചെയ്യുകയും പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് പുതിയ വാർത്ത ഇപ്പോൾ വരുന്നത്. സാങ്കേതിക പിഴവ് മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് വ്യക്തമാക്കിയ മെറ്റ വക്താവ് ആ ഉള്ളടക്കം അബദ്ധവശാൽ നീക്കം ചെയ്യപ്പെട്ടതാണ്, ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ നടന്ന 36 ദിവസം നീണ്ടുനിന്ന സമരത്തിനിടെ കോക്രോച്ച് ജനതാ പാർട്ടി നേതൃത്വം നൽകിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജൻ ഇസഡ് ഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി നടത്തിയ നേരിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ജൂലൈ 23 അർദ്ധരാത്രി ഉണ്ടായത്. ആ വീഡിയോ ആണ് അന്ന് പുറത്തിറങ്ങിയത്. ഈ പ്രസംഗത്തിൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നിയമപരമായ സംവിധാനങ്ങൾ സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതും പുതിയ നിയമനിർമ്മാണത്തിലൂടെ കടുത്ത ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തുടർന്ന് ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 10 വർഷം വരെ തടവ്, ഉയർന്ന പിഴത്തുക, പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ എന്നിവ നിർദ്ദേശിക്കുന്ന പബ്ലിക് എക്സാമിനേഷൻസ് ഭേദഗതി ബിൽ 2026 കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. അങ്ങനെ 2 ദിവസമൊക്കെ അടുപ്പിച്ച് രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്കിലേക്ക് ലൈവ് ഇട്ട്, ഇൻസ്റ്റാഗ്രാമിലേക്ക് ലൈവ് ഇട്ട സമയത്താണ് ഫേസ്ബുക്ക് മോദിയുടെ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ എടുത്ത് അപ്രസിദ്ധമാക്കി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ക്രമാതീതമായി മോദിയുടെ ഫോളോവേഴ്സ് ഇങ്ങനെ ഓരോ മിനിറ്റ് കൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം അത് ഫേസ്ബുക്കിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഫേസ്ബുക്ക് നമുക്കറിയാം, അമേരിക്കയാണ് ഫേസ്ബുക്കിൻ്റെ ആസ്ഥാനം. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ തലയ്ക്ക് മുകളിൽ ആര് വന്നാലും ഫേസ്ബുക്കിന് വലിയ രീതിയിലുള്ള ഒരു ഇഷ്ടക്കേടുണ്ട്. അത് ആണ് മോദിയുടെ വീഡിയോ അടക്കം ഡിലീറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത്. പിറ്റേ ദിവസം തന്നെ ഇന്ത്യയുടെ ഫേസ്ബുക്കിലെ ഇന്ത്യ മേധാവിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള വിശദീകരണം ചോദിക്കുന്നു, നിർത്തിപ്പൊരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്.